ഹലോ, എൻ്റെ ഗാർഡൻ കണ്ടോ? എല്ലാത്തിലും ബഡ്, അതുപോലെ റോസ്, എല്ലാത്തിലും നിറയെ ഫ്ലവേഴ്സാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആമസോൺ ബ്ലൂ അങ്ങ് പൂത്തുലഞ്ഞ് നിൽക്കുവാണ്. പൂത്തുലഞ്ഞ് നിൽക്കുന്നു. പിന്നെ വിങ്കഡ് വൈറ്റ്, നമ്മുടെ ലക്ഷ്മിക്കുട്ടി നിൽക്കുന്നു. ഇനി അടുത്തൊരു ബഡും കൂടെ വന്നിട്ടുള്ളൂ, ഡോർമൻസിയിലേക്ക് പോകുന്നെന്നാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ ഇത് പീക്ക് ഓഫ് പിങ്കിൻ്റെ അടുത്തൊരു ബഡ്, ഇതാ ഒരു ബഡ്, 2 ബഡും കൂടെ ഉള്ളൂ. പിന്നെ എല്ലാത്തിലും ബഡുണ്ട്. ബ്ലൂ വിസിൽ 2 ഫ്ലവറായിട്ട് നിൽപ്പുണ്ട്. കയറി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതാണ് ഇതാ നിൽക്കുന്നു. ഇതാ ഒടിഞ്ഞു പോയി. ബ്ലൂ വിസിൽ 2 ഫ്ലവർ വന്നിട്ടുണ്ട് അതിൽ. പിന്നെ ഒത്തിരി ബഡുകൾ വന്നിട്ടുണ്ട്. ഐശ്വര്യ, അരുണിമ, കട്ട്ലിപ്പ് വന്നിട്ടുണ്ട്. ഇത് ഐശ്വര്യയാണ്, ഐശ്വര്യ. പിന്നെ ഇത് നമ്മുടെ മഹിമയാണ്. മഹിമയിൽ ഇനി ഒരു ബഡുണ്ട്. ഒരു ബഡ് ഇനി ടാബ്ലറ്റ് വയ്ക്കാനുള്ള ടൈമായി. പിന്നെ ഇത് നന്ദയാണ്. നന്ദ ഫ്ലോട്ടിംഗ് ലിഫിൽ കിടക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം വാട്ടർ ലില്ലീസാണ്. പൂത്ത് നിൽക്കുന്നുണ്ടോ? ആമസോൺ ബ്ലൂ ആണ്. ആമസോൺ ബ്ലൂ. ഇത് നമ്മുടെ ജുവാബ. ജുവാബ ഒത്തിരി ഫ്ലവർ തന്നു. ഇപ്പോൾ അതും പൊഴിഞ്ഞു പോകത്തില്ല, കൊഴിയാതെ നിൽക്കും ഒത്തിരി ദിവസങ്ങളിൽ. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന ദിവസം എന്നും പറഞ്ഞ്. അതാണ്. പിന്നെ അടുത്ത ഏറ്റവും പുതിയ വെറൈറ്റിയായ ജംബോ, ചെറിയ ടബിലാണ് ഞാൻ വച്ചേക്കുന്നത്. ഇവിടെ ഒരു ബഡ് വന്നിട്ടുണ്ട്, കാണാമോ? ഇവിടെ ചെറുതായിട്ട് വെള്ളത്തിൽ തന്നെ നിൽപ്പുണ്ട് ഒരു ബഡ്. ഒരു ബഡ് എൻ്റെ അത്രയും ഹൈറ്റുണ്ട്, എന്നെക്കാട്ടിലും കൂടുതലുണ്ട്. ജംബോ നല്ല ഹൈറ്റിൽ തന്നെ വരും. ജംബോ പോലെ തന്നെ അതിൻ്റെ ലീഫെല്ലാം നല്ല വലുതാണ്. അത് ജംബോ. ഇത് നമ്മുടെ ഒക്ടോബസ്, പൂക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഒക്ടോബസിൽ ഒരു ബഡേ ഉള്ളൂ. പക്ഷേ എനിക്ക് ബഡ് വന്നതിൽ വളരെ സന്തോഷം. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും എല്ലാം കൂടെ ചേർന്നിട്ടാണ് അതിൻ്റെ ഫ്ലവർ. പിന്നെ അതുപോലെ തന്നെ ഞാൻ അടുത്തത് ഇത് പീച്ചി ഗേൾ. ഞാൻ അന്ന് ഫ്ലവർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫ്ലവറിൻ്റെ പിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഒരു ബഡും ഇല്ല, പക്ഷെ നിറയെ ലീഫൊന്നും ഇപ്പോൾ ഉണ്ട് അങ്ങനെ. ഇത് സാറ്റ ബൊങ്കറ്റ് എന്ന വെറൈറ്റിയാണ്. അതിലും ഒരു ബഡ് വന്നിട്ടുണ്ട്. നിൽപ്പുണ്ട് സാറ്റയിൽ ഒരു ബഡ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് കിരണ്യ. അതിൽ ഒത്തിരി ഫ്ലവർ വന്നു. ഇനി ഒരു ബഡ് നിൽപ്പുണ്ട്. കിരണ്യയിൽ വേറെ ബഡ് വന്നിട്ടില്ല, ഒന്ന് കരിഞ്ഞും പോയി. പിന്നെ ഇത് ഡോറയിൽ ഇതുവരെയും ബഡ് വന്നില്ല. സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ട്, വരാറായെന്നാണ് തോന്നുന്നത്. ബഡ് വരും ഇപ്പോൾ. അത് ഡോറ. പിന്നെ ഇത് പിങ്ക് ജൂപ്പിറ്റർ. പിങ്ക് ജൂപ്പിറ്ററിലും ഒരു ബഡ് വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് സന്തോഷമാണെന്നറിയാമോ? ഇങ്ങനെ ഞങ്ങൾ വയ്ക്കുന്ന ഓരോ ടബിലും ഒരു ബഡെങ്കിലും വന്ന് കാണുമ്പോൾ ഒരനക്കം ഇല്ലാതിരുന്നതാണ് എൻ്റെ ജൂപ്പിറ്റർ. അത് അതിലും വന്നു. പിന്നെ അടുത്ത ഇത് ഏതാണെന്നറിയില്ല. തമാശ വെച്ചിരുന്ന ഒരു ടബാണ്, പക്ഷേ തമാശ അത് പോയെന്നാണ് തോന്നുന്നത്. ഇത് ഫ്ലവർ വിരിയുമ്പോഴേ അറിയാവും. ഏതോ ഒരു റണ്ണർ വച്ചതാണ് പുതിയത്. അത് ഏതാണെന്ന് വിരിയുമ്പോൾ ഞാൻ വീഡിയോ ഇടാൻ കേട്ടോ. അത് എനിക്കും അറിയില്ല. എന്തായാലും തമാശ പോയി, അത് ഉറപ്പാണ്. അതിൽ 2 ബഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബഡ്, ഇവിടെ ഒരു ബഡ്, 2 ബഡ് വന്നിട്ടുണ്ട്. ഒരു സ്റ്റാൻഡിങ് ലീഫേ വന്നിട്ടുള്ളൂ, 2 ബഡ് വന്നിട്ടുണ്ട്. ഇപ്പം സൈഡിലൊക്കെ ഒച്ചുണ്ട് കേട്ടോ, ചെറിയ ഷെല്ലോട് കൂടിയ ഒച്ച്. അതിനെ നമ്മൾ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് എല്ലാം പോവും. ഇത് റെഡ് ഫീലിംഗ് എന്നുള്ളതാണ്. അതിൽ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ട്. ബഡ് വന്നിട്ടില്ല. ഇത് രണ്ടും ഏതോ
പുതിയ വെറൈറ്റിയാണ്. ഈ ജോലിക്കൊക്കെ പോകുന്ന കാരണം ടൈമില്ലാതെ വരുമ്പോൾ അങ്ങനെ എടുത്തിട്ടേക്കും. എന്നിട്ട് ഏതെങ്കിലും ടബിൽ അങ്ങ് നടും. അപ്പോഴത്തേക്കും മാറിപ്പോവും. സമയമില്ലാത്ത കാരണമാണ് അതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതും ബഡ് വന്നിട്ടില്ല. ബഡ് വന്ന് ഫ്ലവർ വരുമ്പോൾ എല്ലാവർക്കും അറിയാൻ കഴിയുമായിരിക്കും. അപ്പോൾ ആരോടെങ്കിലും ചോദിക്കുകയാണ് ഇപ്പോൾ പതിവ്. സമയമില്ലാത്തത് കാരണം അതങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതും ഏതോ ഒരു പുതിയ വെറൈറ്റിയാണ്. അതിലും ബഡ് ഇതാ വന്നിട്ടുണ്ട്. ഒരു ബഡ് വന്നിട്ടുണ്ട്. അത് പക്ഷേ ഉരുണ്ട ബഡാണ് കേട്ടോ, ഒന്നല്ല. ഇതാ ഒന്ന് വന്നിട്ടുണ്ട്, രണ്ടെണ്ണം. പിന്നെ ഗാർഡനിലെ വിശേഷം പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ലെങ്തായി പോവും നല്ലോണം. ഇപ്പം ഞാൻ സ്ഥലമില്ലാത്ത കാരണം ആമ്പലും താമരയും എല്ലാം ഒരുമിച്ചാണ് വയ്ക്കുന്നത്. അങ്ങനെയാണ്. ഇത് ഒരാമ്പലാണ്. ഫ്ലവർ വരുമ്പോൾ പേരെഴുതാമെന്ന് ഉറച്ച് വെച്ചിരിക്കുവാണ്. ഇത് മിയാമി റോസ്, നല്ല ഫ്ലവറാണ് മിയാമി റോസ്. ഇതിലും ഫ്ലവർ വന്നിട്ടില്ല. ബഡ് നിൽപ്പുണ്ട്, വന്നിട്ട് അതെഴുതുന്നതായിരിക്കും. ഇതിലും നിറയെ പായലുണ്ട്. നിങ്ങളും എല്ലാവരും ഈ പായലെല്ലാം എടുത്ത് കളയണം. ഇന്ന് മൊത്തം എനിക്കിതായിരുന്നു ജോലി. എന്നാലും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് അതിൻ്റെ പായൽ. ഇന്ന് വെള്ളമെല്ലാം മാറ്റി ഒത്തിരി പണിയായിരുന്നു. ഇത്രയും ടൈം 10 മണിയെല്ലാം ഞാൻ ഒരുമിച്ച് ഒരു ടബിലാക്കി. സ്പേസ് ഇല്ലാത്തത് കാരണം 10 മണിയെല്ലാം വിരിഞ്ഞ് നിൽപ്പുണ്ട്. ആമസോൺ ബ്ലൂ. പിന്നെ ഒന്ന് എടുത്ത് പറയാനായിട്ട് പറ്റാത്ത വിധമാണ് കിടക്കുന്നത്. ഒന്നും എടുക്കത്ത് പറയാൻ പറ്റത്തില്ല. ഇത് മീസോക്ക്, എൻ്റെ കയ്യിൽ നിന്ന് മീസോക്ക് ആരൊക്കെ വാങ്ങിയെന്നറിയില്ല. എനിക്കിതാ ബഡ് വന്നതാ. ഒരു ബഡ്, രണ്ട് ബഡ് വന്നിട്ടുണ്ട് മീസോക്ക്. ഞാൻ എല്ലാവർക്കും സെയിൽ ചെയ്തതിന് ശേഷമാണ് ഞാനെടുത്ത് വയ്ക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് സോൻ, അതും ആരൊക്കെ വാങ്ങിയെന്നറിയില്ല. അതിലും എനിക്കിതാ ബഡ് വന്നിട്ടുണ്ട്. ബഡ് വന്ന് ഒരു ബഡ്, ഒരു ബഡ്, അങ്ങനെ 2 ബഡ് വന്നിട്ടുണ്ട്. അതും ചെറുതായിട്ടാണ്. അവിടെ പിങ്ക് ക്യാപ്പൻസിസ് നിൽപ്പുണ്ട്. വാട്സാനയിൽ ബഡ് വന്നിട്ടുണ്ട്. AW7 വൈറ്റ്. അങ്ങനെ നടന്ന് വീഡിയോ എടുക്കാനുള്ള സ്ഥലവും ഇല്ല കേട്ടോ. ഇവിടെ 10 മണിയൊക്കെ ഉണ്ട്. അതായത് എപ്പീഷ്യയുടെ ഈ റെഡ് കളറുണ്ട്. 10 മണി അത്രയേ ഉണ്ട്. നിറയെ ഇപ്പോൾ ഒത്തിരി ആമ്പൽ കളക്ഷനാണ് കേട്ടോ. എല്ലാം പൂത്ത് കഴിയുമ്പോഴേ എനിക്ക് പേരെഴുതാൻ കഴിയുള്ളൂ. കുറേ എഴുതി, എല്ലാവരോടും ചോദിച്ച് ഒത്തിരി എഴുതിയിട്ടുണ്ട്. ഇത് വെർബിനയുടെ ബ്ലൂ ആണ്. വെർബിനയുടെ പിങ്കും ഉണ്ട്. ഇതൊരു വൈറ്റ് റോസാണ്. അത് ഇതിലും പൂത്തിട്ടുണ്ട്, വൈറ്റ് റോസ്. പിന്നെ ഒത്തിരി വണ്ടുണ്ട്. ഇപ്പോൾ അത്രയും പൂവും വന്നാലുടനെ അങ്ങ് കഴിച്ച് കളയും. ഇത് ലീലയിലും ബഡ് വന്നിട്ടുണ്ട്. ഇത് കാർലോ സൺഷൈൻ നിൽക്കുന്നു. ഒരു ഫ്ലവർ വന്നിട്ടുണ്ട്. പിന്നെ നിൽക്കുന്നുണ്ട, അങ്ങോട്ട് കയറി വീഡിയോ എടുക്കാനും കഴിയുന്നില്ല. നോക്കാം. നിൽപ്പുണ്ട്. ഇത്രയും ഹൈറ്റിൽ കർണ നമുക്കൊന്ന് വിരിയിച്ച് കൊടുക്കാം. നല്ല ഭംഗി. കർണയ്ക്ക് എന്ത് ഹൈറ്റിലാണ് വന്ന് നിൽക്കുന്നതോ, എനിക്ക് എത്തുന്നില്ല. എൻ്റെ ഇടയിൽ കയറി വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. നല്ല വലിയ ഫ്ലവർ കേട്ടോ, മെച്ചോർഡ് ഫ്ലവർ. ഇതാണ് കർണ. ഇത് പിങ്ക് ബൗള്. വീഡിയോ അങ്ങ് ലെങ്തായി പോകുന്നുണ്ട്. അത് അഖിലയും വിരിയാറായി നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് ഇറങ്ങാം. ഇതെല്ലാം ആമ്പലുകളാണ്. ഇത് മൈക്രാന്ത ബ്ലൂ. ഇതിൻ്റെ പേരറിയാമെന്നുള്ളവർ പറയണേ. പിങ്ക് ക്യാപ്പൻസിസ് അല്ല. ഈ ഒരു ആമ്പലിൻ്റെ പേരൊന്ന് പറഞ്ഞു തരണേ ആർക്കെങ്കിലും അറിയാമെങ്കിൽ. ഇത് 2 ഫ്ലവറുണ്ട്. ഇത് കിലാർഗോ. പിന്നെ വെർബിനയുടെ പിങ്ക് തോന്നിപ്പുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. ഇത് മൃണാളിനി വിരിയിച്ച് കൊടുക്കാവുന്ന ബൗൾ ലോട്ടസാണ്. ഇത് മയൂരിയിലും ബഡ് വന്നിട്ടുണ്ട്. ഇതിൽ ബഡ് വന്നില്ല, വന്നിട്ടുണ്ട്. അഖില.
പിന്നെ അതിഥിയിൽ അടുത്ത ബഡ് വന്നിട്ടുണ്ട്. അതിഥി അതായത് സീഡ്ലിംഗ് ആണ്, ഐഡിയ ഇല്ലാത്ത വാട്ടർ ലില്ലിയാണ് സീഡ്ലിംഗ് ആയിട്ടുള്ളത്. ഇതാ നാടൻ റോസ് വിരിഞ്ഞ് നിൽപ്പുണ്ട്. പിന്നെ ഇത് ഇസ്ലാമൊറാഡ നിൽപ്പുണ്ട്, അതിലും ഫ്ലവർ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പിങ്ക് ക്ലൗഡാണ്, പിങ്ക് ക്ലൗഡ്. ഇത് ഹൾക്കിൽ നല്ല ഫ്ലവറാണത്, സിംഗിൾ പെറ്റൽ പോലെ ഇരിക്കുകയും ചെയ്യും, പക്ഷേ വലിയ ഫ്ലവറാണ്. ഐശ്വര്യ മിറാക്കിളിലും ബഡ് വന്നിട്ടുണ്ട്. മിറാക്കിൾ അത് നമോയിലും ബഡ് വന്നിട്ടുണ്ട്. ഇത് റെഡ് ഷങ്കായി എന്നാണ് എഴുതിയിരിക്കുന്നത്, എനിക്ക് സംശയമുണ്ട് ഏതാണെന്ന്, നാളെ വിരിയുമ്പോൾ അറിയാൻ കഴിയും. അത് അറിയത്തില്ല. അത് ഹിമാനിയിൽ ബഡ് വന്നില്ല, പക്ഷേ സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടുണ്ട്. ഇത് പാപ്ട്രോൺ പിങ്ക് എന്നുള്ള വാട്ടർ ലില്ലിയാണ്. അങ്ങനെ എല്ലാത്തിലും നിറയെ ബഡുണ്ട്. ഇത് ഇന്ദുലേഖ കേട്ടോ. ഇന്ദുലേഖ ഞാൻ ആദ്യം വാങ്ങി വെച്ചിട്ട് ചീത്തയായി പോയി, പിന്നെ അടുത്ത വേറൊരാളുടെ കയ്യിൽ നിന്നും വാങ്ങി വെച്ചതാണ് ഇന്ദുലേഖ. അതാ 1 2 3 ബഡ്, 4 വന്നിട്ടുണ്ട്. പിന്നെ ഇത് പിങ്ക് മെഡിയുമാണ്. ഞാനിന്ന് സെയിലിന് ഇട്ടിട്ടുണ്ട് പിങ്ക് മെഡിയുവിൻ്റെ ട്യൂബേഴ്സ്. ഇതാണ് പിങ്ക് മെഡിയുവിൻ്റെ നല്ല കളറാണ്, നല്ല പിങ്ക് കളറ്, പക്ഷേ ചെറുതുമാണ്, നല്ല ഭംഗിയാണ്. ഇത് റെഡ് ഫിലിപ്പല്ല, ബുച്ചയാണ്. നോക്കട്ടെ, ഇത് റെഡ് ഫിലിപ്പാട്ടോ. ബുച്ചതും അവിടെ നിൽപ്പുണ്ട്, അതിൽ ബഡില്ല. ഇത് റെഡ് ഫിലിപ്പ്, വലിയ ഫ്ലവറാണ് കേട്ടോ. ഇതൊക്കെ ഓണത്തിന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഓണം ടൈമിൽ കേട്ടോ. ഇതാണ് നല്ല വലിയ ഫ്ലവറാണ് റെഡ് ഫിലിപ്പ്. പിന്നെ ബാക്കിയെല്ലാം നേരത്തെ കാണിച്ചത് തന്നെയാണ്. UTP, ചൈനീസ് UTP അത് ഡോർമൻസിയിലേക്ക് വരുന്നുണ്ട്. ട്യൂബറാകുമ്പോൾ എല്ലാവരും വാങ്ങണം കേട്ടോ, നല്ല ഫ്ലവറാണത്. നാടൻ റോസൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. ആമസോൺ ബ്ലൂ ഒരുപാട് ചട്ടികളിലുണ്ട് കേട്ടോ. ഇത് മൈക്രാന്ത ബ്ലൂ തന്നെയാണ്. മൈക്രാന്ത ബ്ലൂ 2 എണ്ണം ഉണ്ട്. ആർക്കെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടുള്ള ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം. ഇത് ഡൗബൻ, അങ്ങനെ ഒത്തിരി ഉണ്ട്, ഇത്രയൊക്കെ ഉണ്ട്. വീഡിയോ നല്ല ലെങ്തായി. ഒരു ദിവസമെങ്കിലും എൻ്റെ വീട്ടിലെ ചെടികളൊന്ന് കാണിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇന്നും അത് തന്നെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ നല്ല പച്ചമുളകൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. സ്ഥലമില്ലാത്ത എൻ്റെ പ്രശ്നമാണ്, എനിക്ക് എല്ലാം ചെയ്യണമെന്ന് ഇഷ്ടമാണ് എനിക്ക്. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാതെയൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.